നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തൊക്കെയായാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന ചേച്ചിയുടെ തീരുമാനത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അല്ല, അത് പാടില്ല മോളെ, പാടില്ല. ഒരിക്കലും ആ കേസിൽ നിന്ന് പിന്മാറരുത്. മോളെ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. കനത്ത നഷ്ടമുണ്ടാക്കി എന്നെ തളർത്തിയോളാ എന്റെ ഭാര്യയായി അകത്തു വന്നിരിക്കുന്നത്. അവൾ ഉണ്ടാക്കിയ നഷ്ടം അവൾ ഉപയോഗിച്ച് തന്നെ നികത്തിയെടുക്കണം. എനിക്ക് ഇരട്ടിക്കിരട്ടി ലാഭവും കൊയ്തെടുക്കണം. പണ്ടൊരു പാരമ്പര്യ വിഷവൈദ്യമുണ്ട്, കേട്ടിട്ടുണ്ടാവും. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർക്കിക്കുന്ന രീതി. അതാ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ കല്യാണം? ഭാര്യ, മക്കൾ, സമാധാന, സന്തുഷ്ട ജീവിതം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്നും ഈ വിക്രം കെ മേനോന്റെ ഡിക്ഷണറിയിലുള്ളതല്ല. ചതിക്ക് ചതി, അത് മാത്രമേ ഇന്ന് വിക്രമിന് കൈമുതലായുള്ളൂ. ചതിച്ച പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയ താലി അവളെ കുരുക്കിട്ട് കൊല്ലാനുള്ള കൊലക്കയർ മാത്രമാണെന്ന് അവൾക്ക് പോലും അറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു സുഖം. വന്ദനെ കുറിച്ച് തിരക്കിയോ? എന്താണ് അവളുടെ പുതിയ നീക്കങ്ങൾ? താൻ പേടിക്കണ്ടോ, ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞോ. പുതിയ നീക്കങ്ങളെ കുറിച്ചൊന്നും അറിയില്ല സാർ. അറിയില്ലെന്നോ? അവളുടെ പിറകെ എപ്പോഴും ഒരു കണ്ണ് വേണമെന്ന് തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. ഒന്നും അറിയില്ല പോലും. അല്ല, ഉത്തരവാദിത്തമുള്ള സെക്രട്ടറി. ഉത്തരവാദിത്തക്കുറവ് ഇല്ല സാർ. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ആരുടെ? തന്റെ അല്ല, വന്ദനാണ് അനിയത്തിയുടെ. അതിന്റെ ക്ഷീണത്തിലും പിന്നെ കല്യാണത്തോടനുബന്ധിച്ചുള്ള തിരക്കിലും ആയിരിക്കും വന്ദന. എന്തായാലും കല്യാണത്തിന് ശേഷം വന്ദന പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. ഏടോ, തന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ലടോ. താൻ പോലീസ് സ്റ്റേഷൻ വിളിച്ച് തിരക്കി കാണും, അല്ലാതെ ഒരു പിണ്ണാക്കം ചെയ്തിട്ടുണ്ടാവില്ല. അതെ, അവളുടെ വിവരങ്ങൾ ഞാൻ എടുത്തു തരാം, താൻ കണ്ടോ. ശല്യം. അച്ഛനാണല്ലോ. ഹലോ അച്ഛാ. ഈ നേരത്ത് വിളിച്ച ശല്യമായോ മോളെ? ഇല്ല അച്ഛാ, അച്ഛനെ ഏത് നേരത്തും എന്നെ വിളിക്കാമല്ലോ. അത് ശരിയാ. അല്ല, മോള് ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാനൊന്നും പറ്റിയ മൂഡിലല്ല അച്ഛാ. എന്തു പറ്റും മോളെ? മനസ്സാകെ മടുത്തിരിക്കും അച്ഛാ. മനോജിന് എന്തെങ്കിലും ഒരു ജോലി മാർഗം ശരിയാക്കിയേ പറ്റൂ. അവൻ ഒരു പണിയില്ലാതെ നടക്കുന്നതിന്റെ പേരില് വീട്ടില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെ, അവന് പണിയൊന്നും ആവാത്തതില് അച്ഛനും പ്രയാസമുണ്ട് മോളെ. അല്ല മോളെ, ഇപ്പൊ വീട്ടില് എന്താണ് പുതിയതായിട്ടൊരു പ്രശ്നം? പുതിയൊരു വീട് വെക്കേണ്ട കാര്യത്തിനായി ചന്ദ്രികമ്മ പ്രകാശേട്ടനോട് കുറച്ച് കാശ് കടം ചോദിച്ചു. പ്രകാശേട്ടനല്ലേ ആള്. വീടെടുത്ത് മറിച്ചില്ലെന്നേ ഉള്ളൂ, പൊരിഞ്ഞ വഴക്കായിരുന്നു. വഴക്കിനിടയില് അയാള് മനോജിനെ എന്നെയും തീരെ കൊച്ചാക്കി സംസാരിച്ചു. മനോജിനത് ഹേർട്ട് ചെയ്തു. ആ അപമാനത്തില് ആകെ ഡെസ്പായിട്ട് നിൽക്കുക മനോജ്. അല്ല, അതൊക്കെ ആ വീട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങളാ. അതിലിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. മനോജ് നിന്നെ തട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ അനുഭവിച്ച അപമാനത്തെക്കാൾ വലുതൊന്നുമല്ല മനോജ് അനുഭവിക്കുന്ന അപമാനം. സാറേ, വന്ദനയുടെ വിശേഷം ചോദിക്ക്. വന്ദനയുടെ വിശേഷം ഒരു മിനിറ്റ് മോളെ, അത് വിട്. എന്തൊക്കെയാണ് വന്ദനയുടെ വിശേഷം? രാജീവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ദനേച്ചി സമർത്ഥനായ ഒരു വക്കീലിനെ അന്വേഷിച്ചോണ്ടിരിക്കുവോ?
എന്തൊക്കെയായാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന ചേച്ചിയുടെ തീരുമാനത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അല്ല, അത് പാടില്ല മോളെ, പാടില്ല. ഒരിക്കലും ഒരിക്കലും ആ കേസിൽ നിന്ന് പിന്മാറരുത്. മോളെ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. പണി പാടുന്ന ലക്ഷണമാണല്ലോ കുറുപ്പ് സാറേ. ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിട്ട് അവള് പുഷ്പം പോലെ രക്ഷപ്പെട്ടു. കല്യാണ സ്ഥലത്ത് ഗുണ്ടകളെ വിട്ടതും ചീറ്റിപ്പോയി. സ്വന്തം കല്യാണക്കാര്യത്തിൽ അവൾക്ക് ജാതകദോഷമാണെങ്കിലും ധൈര്യത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും കാര്യത്തിൽ അവൾ ഝാൻസി റാണിയുടെ പുനർജന്മമാ സാറേ. സമർത്ഥന ഒരു വക്കീലിനെ രംഗത്തിറക്കിയാൽ അപകട മരണം കൊലപാതകമാണെന്ന സത്യം മറനീക്കി പുറത്തു വരാൻ സാധ്യതയുണ്ട്. അകത്തായി ജയിലെഴിയേണ്ടി വരും. സാർ, എങ്ങനെയും അവളെ തടുക്കണം. വയറ് നിറച്ച ആഹാരം കഴിക്കണം. നല്ല ആരോഗ്യം വേണം. എന്നാലേ കാലിന്റെ അസുഖമൊക്കെ ഭേദാവൂ. എന്നാലേ ഓടിച്ചാടി നടക്കാൻ കഴിയും. ആ വന്ദനമ്മ പറയുന്നത് സത്യാണോ? ദിയമോള് വയറ് നിറച്ചു കഴിച്ചാ കാലിന്റെ അസുഖമൊക്കെ മാറി മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റോ? പിന്നെ തീർച്ചയായിട്ടും പറ്റും. മോള് കഴിക്ക, പക്ഷേ മുഴുവൻ കഴിക്കണം. എങ്കിൽ ദിയമോൾ എത്ര വേണമെങ്കിലും കഴിക്കാം. ചിലപ്പോഴൊക്കെ കാലിന് വലിയ വേദനയാ വന്ദനമേ. അതൊക്കെ മാറൂട്ടോ. മോള് കഴിക്ക. മോളെ, അമ്മയ്ക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ടേ. എത്ര രൂപയാ ഓട്ടോക്കാരൻ വാങ്ങിച്ചത്? മുടിഞ്ഞു പോവത്തേ ഉള്ളൂ. നീ ഇവിടെ ദിയമോളെ കൂട്ടുവാണോ? മോളെ, ഇങ്ങനെ നല്ലതുപോലെ ആഹാരം കഴിക്കണം, എന്നാലേ ബുദ്ധി വളരൂ. കുഞ്ഞിന് നല്ല ആഹാരം കഴിക്കേണ്ട പ്രായവാ. എങ്ങനെ വളരണ്ട ഒരു കുഞ്ഞാ. ഇതിനാ യോഗം എന്നൊക്കെ പറയുന്നത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ. ഈ വീട്ടിലിപ്പ രണ്ടും നടന്നു കഴിഞ്ഞു. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വർഷേ ഇപ്പൊ കോടീശ്വരിയായി. സ്വർണ്ണക്കരണ്ടിയായിട്ട് പറന്ന് വീണ കൊച്ച് ഇപ്പൊ പിച്ചക്കാരിയെ പോലെ രന്ന് തിന്നുന്നു. ചേച്ചി, അനാവശ്യ വർത്തമാനം പറയരുത്. മോളെ കഴിക്ക. മതി. കണ്ടില്ലേ, ഇതാ പറയുന്നത് 10 അമ്മ ചവഞ്ഞാലും പെറ്റമ്മയാവില്ലെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.